എങ്ങനെ കടന്നിരുന്ന സ്ഥലം കണ്ടോ? കാട് പിടിച്ചിരുന്ന സ്ഥലമല്ലേ? അതൊക്കെ നമ്മൾ വെട്ടിയിട്ടോ, കാടൊക്കെ വെട്ടിയതാ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നിരപ്പാക്കി, കണ്ടില്ലേ? ഇവിടെയൊക്കെ നിരപ്പാക്കി ഇട്ടു കേട്ടോ. ഇവിടെയാണ് നമ്മൾ തുണി തിരുമ്പാനുള്ള കല്ല് വെക്കാനുള്ള സ്ഥലം. ഇത് നിരപ്പാക്കണവരെ എത്ര സ്ഥലം തോന്നിയിരുന്നില്ല അല്ലേ? സ്ഥലേ ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു. കണ്ടോ, ഇതൊരു കോട് സ്ഥലമല്ലേ. ഇനി ഇവിടുത്തെ ഈ മണ്ണൊക്കെ എടുത്ത് കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെയും കൂടി ശരിയാക്കി. ശരിക്കും നമുക്ക് വണ്ടി ഇങ്ങനെ ഇറക്കി നിർത്തുകയൊക്കെ ചെയ്യാ അല്ലേ? പറ്റില്ലേട്ടാ? കാർ പോർച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാ. റിസ്ക് ആണെന്ന് മാത്രം. അപ്പുറത്തൊരു കനാലുണ്ട്. ഇങ്ങനെ വണ്ടി ഇറക്കാനോ? ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആവണമാതിരി വണ്ടി ഇറങ്ങി വരണ്ടേ? അധീനെ കൊണ്ടുവന്നിട്ട് അധീനെ ഇറക്കാല്ലേ? കേറ്റാനോ? ഇങ്ങനെ വളച്ച് കാണിക്കാനൊക്കെ നല്ല സുഖ. വണ്ടി അതുപോലെ ഇങ്ങനെ വളഞ്ഞു വരട്ടെ. അല്ല, വണ്ടി നിർത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ശരിക്ക്. സ്ഥലമൊക്കെ ഉണ്ട് അല്ലേ? അവിടുത്തെ സ്ഥലത്തിനേക്കാളും ഉണ്ട് ഇവിടെ ശരിക്ക്. ഇതൊക്കെ ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഈ ഭാഗം കുറച്ച് ഇടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെയാക്കി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഓട്ടോ നമ്മുടെ ഇവിടെ വന്ന് നിൽക്കും അല്ലേ? കുറച്ചും കൂടെ ഇടിച്ചാൽ മതി. ശരിക്കും ഓട്ടോ നിർത്താൻ പറ്റില്ലേ? തെങ്ങിന്റെ താഴെ കൊണ്ട് നിർത്തിയിട്ട് ആ തെങ്ങ് കായ്ക്കണം എന്നല്ല കേട്ടോ. പിന്നെന്തിനാ അതിന്റെ മുകളിൽ വളമായി കൊണ്ട് വെച്ചിട്ടില്ലേ? എന്താ എൻ്റെ കസ്തൂരി മഞ്ഞളില്ലേ? കസ്തൂരി മഞ്ഞളിൻ്റെ ആണ് കേട്ടോ അത്. അത് നിറച്ച് കുറച്ച് വട്ടത്തിലുണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ പിന്നെ അവരുടെ അടുത്ത് ഇവിടെ കുഴിച്ചിടാൻ പറഞ്ഞു. എന്താണ്ടോ മുള്ളാത്ത പൊട്ടിയത് അത് തന്നെ പൊട്ടി അവർ വെട്ടുന്ന സമയത്ത്. ഇനി ഇത് കൂടെ അങ്ങനെ അമച്ച് വരുന്നുണ്ടാവും. അതിനെന്താ ഈ മുള്ളാത്ത ഉണ്ടെന്നൊന്നും ഇവിടെ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് കടന്നിരുന്നത്. ഇനി ഈ പറങ്കി മൂച്ചിയും വെട്ടണല്ലേ? പറങ്കി മൂച്ചിയാണ് ഇത്. ഈ നന്നല്ലാതെ മൂച്ചിയാണ് ഇതിൽ. പറങ്കേണ്ടി ചെറിയ ചെറിയ പറങ്കേണ്ടി കിട്ടും. ഇതും രണ്ടുപേരും കൂടി ഉണ്ടാവില്ല അതിൽ. വെറുതെ പറങ്കി ഭാഗത്ത് വീട് നാറാനാണ്. മഞ്ഞളൊക്കെ നട്ടതില്ലേ, ഉണ്ടായി വന്നതാണ്. ഇനി ഈ മഞ്ഞൾ മൊത്തം വലിക്കണം. മഞ്ഞൾ മൊത്തം വലിച്ചിട്ട് ഒരു മഞ്ഞൾ പേരിനും കൂടി ഇല്ല. അത് അങ്ങോട്ട് ആ സൈഡിൽ കൂടെ വെക്കണം. അപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ചെയ്യുമ്പോൾ പിന്നെ എന്താണെന്നറിയോ, നമുക്ക് ആരുടെയും ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാ അവിടെ കൊണ്ടു കൊടുക്കുക? ഒന്നും വേണ്ട, ഇടുക്കുക, പാത്രത്തിലാക്കുക, അവിടെ കൊണ്ടേ വെക്കുക. അത്രയല്ലേ വേണ്ടുള്ളൂ അല്ലേ? എന്താ ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. എന്താ ഏട്ടാ ഈ ചൂടുള്ള ചോറെടുത്ത് ഇവിടുന്ന് അതൊരു പോകാൻ എളുപ്പമാണ്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്യും. പിന്നെ അവിടെ പന്തലിടുകയും ചെയ്യുക, അവിടെ ഭക്ഷണം വെക്കുകയും ചെയ്യുക. പിന്നെ എവിടെ സ്ഥലമുള്ളത്? കൊടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ചെറുതായിട്ട് ഇതിൽ വെച്ചാൽ പോരെ ഭക്ഷണമല്ലേ? വരുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പുകയും മാറാലൊക്കെ ആയിട്ടിരിക്കണം. നല്ല രസം ഉണ്ടാവും. ഇവിടെ നിന്നാണ് പറഞ്ഞാൽ എന്തെങ്കിലും നാലാൾ വരുമ്പോൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാനുള്ള സ്ഥലം ഇവിടെ. ഭക്ഷണം അവിടെ ഉണ്ടാക്കാം. എങ്ങനെ ഫോട്ടോ എടുക്കും? ഭക്ഷണം ഇവിടെ ഉണ്ടാക്കാം നമുക്ക്. അതിനാണ് ഭക്ഷണം ഉണ്ടാക്കാല്ലേ. എന്താണെന്നറിയോ, അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊരു സമാധാനത്തിലൊരു സ്ഥലം കൊടുക്കണം. കാരണം അവരുടെ സമാധാനം വേണ്ട. എന്താ വരുന്നവർക്ക് അപ്പുറത്തുണ്ടല്ലോ ഇഷ്ടംപോലെ സമാധാനത്തിൽ നിങ്ങൾക്ക് സംസാരിക്കുക, നമ്മളെ കാണുകയൊക്കെ ചെയ്യുക. ഇതെന്താണെന്നറിയോ, നമുക്ക് വരുമ്പോൾ ഒരു ഭക്ഷണം ഉള്ളൂ എന്ന് വെച്ചാൽ അത് നല്ല ടേസ്റ്റോടെ സ്നേഹത്തോടെ തരണ്ടേ. അത് എന്തെങ്കിലും വീട്ടിൽ വരുന്നവരെ കാണുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും, ഭക്ഷണം പോയി നമ്മളിവിടെ നിൽക്കും. നമ്മൾ നിങ്ങളോട് ഇവിടെ വന്ന് വർത്താനം പറയും. വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് വർത്താനം പറയും. പിന്നെ നിങ്ങൾ നമ്മൾ കഴിക്കണോടത്ത് പോയിട്ട് അവർക്ക് നമ്മൾ വിളമ്പി കൊടുക്കും. അതല്ലേ സ്നേഹം? അതല്ലേ? അതൊക്കെ തിരക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ പറ്റി അതൊക്കെ പറ്റും. ഏട്ടന് അപ്പത്തെ കാര്യം ആലോചിച്ച് ടെൻഷനാണ്ട്. അത് അപ്പോഴല്ലേ. ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, അതേ നടക്കുള്ളൂ. അല്ലേ? നമുക്ക് അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കുന്നുണ്ട്. അത് ഈ പാട്ട് ഇതിൽ കയറുന്നുണ്ടോയെന്ന് അറിയില്ല. കയറുമോ അറിയില്ല, നോക്കിയാലേ അറിയൂ. അല്ലേ വിനോദേ? ഞാനേ ഇവിടെ വൃത്തിയാക്കിയപ്പോൾ തന്നെ എന്താ പറഞ്ഞെന്നറിയോ, ഇവിടെ തുണി തിരുമ്പടെ കല്ലിന് ഈ പൈപ്പ് ഇവിടെ വെച്ചിരിക്കുന്ന കേട്ടാ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് പച്ചക്കറി ഒക്കെ, ട്രൗസർ ഇടാണ്ട് വരാൻ നിൽക്കണ്ട, ട്രൗസർ ഇട്ട് കൊടുക്കണേ. പച്ചക്കറി വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ട് പച്ചക്കറികൾ വിത്തുവിടുക. കാരണം ഈ ഒരു പറങ്കി മൂച്ചയുടെ കൊമ്പ് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല കാനലായിട്ടോ. അപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ ഇടാലേട്ടാ.
ഈ ഫംഗ്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടപ്പം നീ പറഞ്ഞതെല്ലാം നടക്കും. എല്ലാം നടക്കുള്ളൂ. അത് ഫംഗ്ഷൻ പച്ചക്കറി നടാൻ പറ്റുമോ? നോക്കിയൊക്കെ ഈ മഞ്ഞളൊക്കെ എങ്ങനെ അമച്ചു വന്നത് ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ടതാണ്. ആ വീഡിയോയിലൊക്കെ കണ്ടിരുന്നല്ലേ മഞ്ഞൾ, അതേപോലെ കാവത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കണ്ടുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു സാധനം വെച്ചുണ്ടായില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായില്ല കേട്ടോ. അത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, അതില് എന്താ മൊത്തം ചെടി വന്ന് ചുറ്റിയിട്ടേ അങ്ങനെ നശിച്ചു പോയി. ബായ് നമുക്ക് കണ്ട തുടർന്നില്ല കേട്ടോ. പെയിന്റ് അടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ. നമ്മുടെ ഗ്യാസ് കുറ്റി വെക്കാനുള്ള സാധനമൊക്കെ അവിടെ നിന്ന് ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. ഇനി എന്താ ഇവിടെ നമ്മുടെ ഇവിടെ വാഴകളൊക്കെ ആയിരുന്നില്ലേ, അതാണ്ടില്ലേ ഈ സൈഡ് മൊത്തം വാഴ ആയിരുന്നില്ലേ. അപ്പം ഇന്നലെ എന്താ ഇവിടുത്തെ മണ്ണൊക്കെ എടുത്തു കേട്ടോ. ആദ്യം മിറ്റല്ലോ എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. ഇപ്പം 4 ഭാഗത്ത് കൂടി മിറ്റായി എന്ന് പറഞ്ഞാലോ, ഓരോരുത്തല്ല 4 ഭാഗം മിറ്റായി. കണ്ടോ ഇവിടെ വാഴ എനിക്ക് മിറ്റം വേണം. ഇതാ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇതുവരെയൊക്കെ മണ്ണായിരുന്നില്ലേ, ഇവിടെ നല്ല ഉയരായിരുന്നില്ലേ. അപ്പം അവിടുത്തെ മണ്ണൊക്കെ എടുത്തു. ഇത് പനിയപ്പം ചെയ്തതാണ് കേട്ടോ. പനിയെ ഇങ്ങനെ കണ്ടില്ലേ തറ തേച്ചിട്ടുണ്ടായിരുന്നു. കാരണം മണ്ണായതും കൊണ്ട് തറ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തറ തേച്ച് കഴിഞ്ഞു. പിന്നെ ഇന്ന് വൈറ്റ് സിമെന്റ് അടിച്ചു. അടി കിട്ടും. ഇതാ പിന്നെ ഇതാ നമ്മുടെ ഇവിടെ കാവി ഇട്ടിട്ട് ഇനി വെള്ളം കണ്ടില്ലേ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പിള്ളത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പിള്ളത്തുണ്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അതാത് ആ പിള്ളത്തുണ്ട് ആ സൈഡിക്കും ഈ സൈഡിക്കും മുട്ടിച്ച് കഴിഞ്ഞു വെച്ചാൽ സ്ഥലത്തിൻ്റെ എന്തിൻ്റെ ഏട്ടാ അളവ് മാറുന്നോ, ഈ വർക്കേരിയുടെ അളവ് മാറും. അപ്പം അത് കാരണം ഇതൊക്കെ ഇവർക്ക് ഈ പണി ചെയ്ത് ശീലമുള്ളത് കൊണ്ട് ഇവർ എന്ത് കട്ടിയെന്ന് അറിയാം, 2 സൈഡിലും മുട്ടിക്കാണ്ട് പണിയെടുത്തിട്ടുണ്ട്. ആ സൈഡിലും മുട്ടിച്ചിട്ടില്ല, ഈ സൈഡിലും മുട്ടി. ഇപ്പോൾ വന്ന് നമ്മുടെ വീട് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു പുറത്തെ ഈ ഒരു അടുക്കള ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഇത് അവിടേക്ക് 2 സ്റ്റെപ്പ് കണ്ട, ഇത് ഈ സൈഡിൽ കറുപ്പും ഇവിടെ ചുവപ്പും. ഇത് കെട്ടലും അന്ന് തന്നെ ചെയ്യുകയും ചെയ്തു. എടുത്തു തരാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ്ടോ ഇവിടേക്കൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ വീട് ഇങ്ങോട്ട് എത്തി. ഒന്നും കൂടി അടുത്തേക്ക് എത്തിയില്ലേട്ടാ, ഒന്നും കൂടി അല്ലേ കുഞ്ഞാ. ഇന്ന് കുഞ്ഞും ഇവിടെ കിടക്കണം കേട്ടോ പുതിയ വീട്ടില്. കേൾക്കണ്ടോ? പിന്നെ അടുത്ത ശനിയാഴ്ച വല്ലാത്ത ഡേറ്റ് തന്നെയാണ്. എന്തപ്പോ ഡേറ്റ് കിട്ടും. ഇവിടെയൊക്കെ വാഴയായിരുന്നില്ലേ, ഇവിടുത്തെ വാഴയൊക്കെ കളഞ്ഞു. ഇവിടുത്തെ വാഴ കളഞ്ഞപ്പോഴും നമുക്ക് ഇത്ര സ്ഥലം കിട്ടിയിട്ടാ, ഇത്ര വരെ കിട്ടി. നാണ്ടില്ലേ ഇത്ര വരെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ആവശ്യത്തിന് കിട്ടി. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ മിറ്റുണ്ടാവില്ലേ, എന്താ ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു. ഇവിടെ കത്തിക്കാനുള്ളതാട്ടോ. അവിടെ ടാങ്ക് കാരണം ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് വാഴയൊക്കെ വെട്ടി ചപ്പൊക്കെ. പിന്നെ ഇവിടെ കുരുമുളക് പറിക്കാറായിക്കണു. കുരുമുളക് ഇതാ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഈ പണിയുടെ തിരക്കൊക്കെ പാടായിട്ട് നമ്മളല്ലെങ്കിൽ ഈ സൈഡത്തെയൊക്കെ പറിക്കുന്നതാണ്. എനിക്കും ഒഴിവ് കിട്ടിയിട്ടില്ല. അതല്ല കേട്ടോ, ഈ കാലിന് ഇതവിടെ കണ്ടോ, ഇവിടെ ഭയങ്കര വേദന. എന്നാൾ വിറകിന് പോയതാണേ. വിറകിന് പോയിട്ട് കനാലിൻ്റെ ഈ സൈഡ് താഴ്ന്ന് വിറക് വെട്ടിയിട്ട് വരുന്ന വരെ കാലൊരു മടന്തി. അന്ന് മുതൽ തുടങ്ങിയതാ കണ്ടോ. ഇവിടെ ഇതെന്താണെന്നറിയോ, ഈ കറുപ്പ് കളർ ഉപ്പുറ്റിയിൽ ബാമ് തേച്ച് പൊള്ളിക്കുക. രാവിലെ നീച്ചിട്ട് കാല് ഒരടി നിലത്ത് വെക്കാൻ പറ്റണില്ല, ഭയങ്കര വേദന. അപ്പം എന്താ ചെയ്യാൻ പറ്റുക. ചാത്തപ്പനേ മെല്ലെ അങ്ങോട്ട് കയറാൻ തുടങ്ങിട്ടാ. നമ്മൾ കയറാൻ തുടങ്ങി. വാഴയില അവർക്ക് ഇഷ്ടമാണ്. വാഴയില നമ്മുടെ ഈ ചെമ്പരത്തിയുടെ ഈ കൊമ്പ് മൊത്തം വെട്ടണം കേട്ടാ. എവിടേക്കാ പോണേ? പുതിയ വീട്ടിക്കല്ലേ, താഴത്തേക്കോ? കൊണ്ടേക്ക്. കണ്ടോ ഇവന് ഞാൻ വെള്ളം അങ്ങോട്ട് കൊണ്ടേക്കണം. ഈ വെള്ളം മടിയനോ കുഴിമടിയൻ. എന്നിട്ട് എൻ്റെ അടുത്ത് കടക്കാനും വയ്യ അവന് പൗറൻ. അടുപ്പത്തിരിക്കുന്നത് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. വരുമോ?
അപ്പോൾ ഈ പാത്രം കഴിയട്ടെ കേട്ടോ. ഞങ്ങൾക്ക് വൈകുന്നേരത്തെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. എന്ന് കൈകൊട്ടി എന്താ നടക്കുമെന്ന് അറിയാനുള്ളത്? ഇവിടുന്ന് അമ്പലത്തേക്ക് പോകാൻ എന്തത്ര നടക്കുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങളൊക്കെ വന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. വില്ലേജിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അപേക്ഷ കൊടുത്തിട്ട് വേണം അതൊക്കെ അല്ലേ? പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ. നിങ്ങളൊക്കെ വന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. അതിപ്പോ ഞങ്ങൾ എന്തെങ്കിലും കാക്ക ഇവിടുന്ന് അങ്ങോട്ട് നടന്നു ഈ വെളിച്ചത്ത് പോവാൻ. ആ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴോ? അതപ്പോഴല്ലേ അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരേ. അപ്പൊ 6:30 പോവാലേ? എപ്പോഴോ പൊക്കോണ്ട് 6:30 5:30 വേണമെങ്കിൽ പൊക്കോണ്ട്. ഇന്ന് കൈകൊട്ടിക്കളി ഉണ്ട്. പിന്നെ ഇന്ന് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. കുഞ്ഞൻ റെഡിയായി. കുഞ്ഞനും കിച്ചു പോയി അമ്പലത്തേക്ക്. നേരത്തെ പോയി. ആ നേരത്തെ പോയി. കിച്ചു കുളി കഴിഞ്ഞ് പോയേ. ഇപ്പോഴല്ലേ കുളി കഴിഞ്ഞ് പോയി. അമ്മയിൽ കാര്യമായിട്ട് ഇറക്കിയാണ്. അപ്പോഴേ വേഗം പണികളൊക്കെ ഒരുക്കട്ടെ. പണികൾ ഒരുക്കിയാലാണ് നമുക്ക് അമ്പലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പാട്ട് സൗണ്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. സുകന്യനെ കണ്ടില്ലല്ലോ. സുകന്യല്ലേ അവിടെ മിറ്റടിക്കുന്നത്. മിറ്റടിക്കുന്നില്ലേ? അപ്പോൾ പാട്ട് കൂടി വരുന്നുണ്ട്. ഇനി ചിലപ്പോൾ നമുക്ക് വീഡിയോ എന്തെടുത്താലും അതിലിങ്ങനെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.